അപ്പൊ ഈ കാണുന്നതാണ് വിഡയുടെ ബീറ്റ്സ് ഡുവോ. വിഡ എന്ന് പറഞ്ഞ ഒരു പുതിയ ബ്രാൻഡാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അൺബോക്സിങ്ങും സ്പെക്കൊക്കെ പറയുന്ന ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ചെറിയൊരു വീഡിയോ ആയിരിക്കും. ഇത് അധികം പറയാനൊന്നുമില്ല, തള്ളാനൊന്നുമില്ല. അപ്പം ചെറിയൊരു റിവ്യൂ ആയിരിക്കും പറയുന്നത്. കുറച്ച് ദിവസം ഉപയോഗിച്ചതിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ. പിന്നെ ഇപ്പം കണ്ണ് കാണും, മുമ്പത്തെ കോലം ഇപ്പോഴത്തെ കോലവും നല്ല വ്യത്യാസമുണ്ട്. കാരണം ഇതെൻ്റെ കയ്യിൽ നിന്നൊക്കെ തറയിലൊക്കെ വീണ് അത്യാവശ്യം നല്ല പോലെ ഞാൻ പെരുമാറിയിട്ടുണ്ട് ഇതിന്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ഒട്ടും താമസിക്കാതെ സ്റ്റാർട്ട് ചെയ്യാം. സോ പറ്റി ആയ 3 കാര്യങ്ങളെ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി നല്ല കാര്യങ്ങൾ പറയാനുള്ളൂ. 3ഉം അത്യാവശ്യം നല്ല പെർസ്പെക്റ്റീവാണ് എനിക്ക്. ഞാൻ പോയല്ലോ, പണിയായിപ്പോയി, എല്ലാം കൂടെ തറയിൽ വീണ്. അപ്പം എന്തായാലും എനിക്ക് പറയാനുള്ളത് ഈ 3 കാര്യങ്ങളും അത്യാവശ്യം എനിക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ 3 പോയിന്റേ ഉള്ളെങ്കിലും വേറെ ഒന്നുമല്ല. ഒന്നാമത്തേന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി ഇൻഡിക്കേഷൻ. നിങ്ങൾക്ക് ഇവിടെ കാണാമോ എന്ന് അറിയത്തില്ല, ഫോക്കസ് അവിടെ ഒന്ന്. എന്തായാലും ഇതിന്റെ ബാറ്ററി ഇൻഡിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ സൈഡിലായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇൻഡിക്കേഷൻ കാണിക്കുന്നുള്ളതുകൊണ്ട് തന്നെ എനിക്ക് പല സമയത്തും പല സാഹചര്യത്തിലും ഇത് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. കാരണം ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ ഒരു TWS എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ആയിരിക്കും അറിയുന്നത് ചാർജ് കൊടുക്കാൻ ഞാൻ മറന്നു പോയെന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഈ ഒരു ക്നാപ്പിനുണ്ട്, എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടുകൊണ്ട് തന്നെ പല തവണ എനിക്ക് ഫോൺ ഉപയോഗിച്ചിട്ട് നമ്മൾ നോർമൽ വയർഡ് ഹെഡ്സെറ്റും കൊണ്ടു നടക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കണക്ടിവിറ്റി അത്യാവശ്യം ഡീസൻ്റ് ആണ്. കാരണം ബ്ലൂടൂത്തിൻ്റെ ഏതോ ഒരു വർഷം ഞാൻ റിമെമ്പർ ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് ഇതിൻ്റെ ജാതകങ്ങളെല്ലാം. നിങ്ങൾക്ക് അത് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം, ഡീറ്റെയിൽ ആയിട്ട് ചെയ്തതിൻ്റെ വീഡിയോ. അപ്പോൾ എന്തായാലും ബാക്കി ഒരു കാര്യം പിന്നെ അല്ലാണ്ട് തന്നെ ഇതിൻ്റെ ചാർജിങ് ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞാൻ സൂം ഔട്ട് ചെയ്ത് കാണിച്ചിട്ട് സൂം ആവടെ, ഫോക്കസ് ആവടേ, സൂമല്ല ഫോക്കസ് ആവും, കാണാൻ പറ്റുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതേപോലെ ചാർജിങ് ഇൻഡിക്കേഷനും ഇല്ലാത്തതുണ്ട്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വന്നിട്ടുള്ള എനിക്ക് മാത്രമായിട്ട് വന്നിട്ടുള്ള സിറ്റുവേഷനാണ്. ഞാൻ എന്താ കൂടുതലും ഈ ഹെഡ്സെറ്റ് വെച്ചിട്ട് പാട്ട് കേൾക്കുന്ന കൂട്ടത്തില്ല. പാട്ടും കഥകളും നിങ്ങളും ആ ടൈപ്പ് ആണെങ്കിൽ കഥ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ, എന്നറിയാമല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും നമ്മൾ ഓഡിയോ സീരീസ് ഒക്കെ കേൾക്കാറുണ്ട്. അങ്ങനെ പിന്നെ അല്ലാണ്ട് തന്നെ സിനിമാസ് ഒക്കെ വാച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇടയ്ക്ക് നല്ല ഭയങ്കര സിനിമാ പ്രേമിയും കൂടെ. അപ്പോൾ ഓക്കെ, സിനിമയും കൂടെ കാണുമ്പോഴത്തേക്കും നോക്കുമ്പോഴായിരിക്കും പിന്നീട് അറിയുന്നത് ചാർജ് കാണത്തില്ല സാധനത്തിനകത്ത്. അപ്പോൾ ഇത് ഉപയോഗമുള്ളതുകൊണ്ട് തന്നെ മീൻസ് എന്താ ഇൻഡിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ, ചാർജിങ് ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ചാർജ് റിയൽ ടൈമിൽ അറിയാൻ പറ്റുന്നുണ്ട്. കേസിന് എത്ര പെർസെൻറ്റേജ് കിടപ്പുണ്ട്, എനിക്ക് ഇനി ചാർജ് കൊടുക്കേണ്ടുള്ള ഗതികേട് വന്നു എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു ഉപയോഗം ഈ വിടാന്ന് പറഞ്ഞ ബ്രാൻഡ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, നല്ലതാണ്. ബട്ട് എന്നാലും അടുത്ത ജനറേഷനിൽ ഇതിന്റെ അപ്പം എന്തായാലും അടുത്തൊരു ജനറേഷനിൽ ഇതിന്റെ കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, എക്സാക്ട്ലി പറഞ്ഞ. അപ്പോൾ നമുക്ക് ആ ഒരു ഇഷ്യൂ എനിക്ക് ഇതിന് ശേഷം വന്നിട്ടില്ല. ചാർജിങ് നേരത്തെ അറിയാമല്ലോ നമുക്ക് എത്ര പെർസെൻറ്റേജ് ഉണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ എൻ്റെ യൂസേജ് അങ്ങ് കുറച്ച് നേരെ രീതിയിൽ അങ്ങ് ഉപയോഗിച്ച് പോകും. അല്ലെങ്കിൽ സദാസമയത്ത് കുത്തിക്കൊണ്ടാണ് നടക്കുക ചെവിയിൽ. പക്ഷെ അത് നല്ലതല്ല, അതിപ്പോഴേ പറയുന്നത് ഞാൻ പറഞ്ഞു തന്നത്. പിന്നല്ലാണ്ട് തന്നെ വേറൊരു കാര്യം, നിങ്ങളിത് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഏതൊരു TWS നോക്കിയാലും ആദ്യം നോക്കണത് സ്പെക്കും നോക്കും, അതൊക്കെ കറക്റ്റാണ്. എത്ര സാധനമുണ്ട്, ഇത്ര സോനിയാണ്, അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ബട്ട് എന്തോ ഇതായാലും നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് അതിൻ്റെ പ്രൈസ് ആയിരിക്കും. എത്ര പ്രൈസിനാണ് എത്ര എത്ര ഒരു ഉദാഹരണമാണ് 1200 രൂപ ഉണ്ട്. 1200 രൂപ 1200 സ്പെൻഡ് ചെയ്തില്ല, ഒന്ന് കുറച്ച് കിട്ടി നല്ല സാധനം കിട്ടിയാൽ ഞാനങ്ങ് എടുക്കും. ആരായാലും അങ്ങനെയല്ലേ. അപ്പം അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ 999 രൂപയേ ഉള്ളൂ. ആ 999 രൂപയ്ക്ക് എനിക്കൊരു സാധനം വേണം, എങ്ങനെയായാലും കുഴപ്പമില്ല. എനിക്ക് അങ്ങനെ വലിയതൊന്നും ഇല്ല, എനിക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കണം. അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ കണ്ണു പൂട്ടിയങ്ങ് എടുത്തു, ഇത്രേ പറയാവുള്ളൂ. ഞാൻ ഉദ്ദേശം മനസ്സിലായില്ല. 999 രൂപയ്ക്ക് എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനം വേണം എന്നുണ്ടെങ്കിൽ വേണ്ടേ ഈ ഒരു TWS എടുത്തു. അതല്ല, നിങ്ങൾക്ക് ഇതിൻ്റെ വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്. 999 രൂപയ്ക്ക് ട്രൂക്കിൻ്റെ Q1 ലൈറ്റ് എന്നും പറഞ്ഞിട്ട് ഞാൻ അതും ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്ത് ഇതേപോലെ ഇൻഡിക്കേഷൻ ഇല്ലെങ്കിലും ഇതിനേക്കാളും കുറച്ചുകൂടെ മെച്ചമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ താരെ കമൻറ്റ് ചെയ്തോ, അല്ലെങ്കിൽ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ, മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവും. അടുത്ത ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, അത് ഞാൻ എന്തായാലും പറഞ്ഞേക്കാം. ഇതിനകത്ത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ഡിസൈൻ വരുന്നുണ്ട്. അത്യാവശ്യം എനിക്ക് കണ്ടപ്പോൾ ക്ലാസിക് ഡിസൈനായിട്ട് തോന്നിയത്. അത്യാവശ്യം നല്ല ലുക്കാണ്. കാരണം ലുക്ക് വൈസ് നോക്കണമെങ്കിലും അത്യാവശ്യം നല്ല സാധനമാണ്. കാരണം എന്താ ഈ പ്രൈസ് റേഞ്ച് മറ്റേ സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ, പല പ്രോഡക്റ്റ്സ് നോക്കുന്നുണ്ടെങ്കിൽ അതിനും ലുക്ക് ഉണ്ടെങ്കിലും ഇത് കുറച്ചെന്തോ ഒരു ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് എനിക്ക് തോന്നി. കാരണം പിന്നല്ലാണ്ട് തന്നെ മനസ്സിലായി കാണുമല്ലോ, പ്ലാസ്റ്റിക് ആണെങ്കിലും അത്ര കട്ടി ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പറഞ്ഞുതരാം. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്നാലും അത്യാവശ്യം നല്ല ഡിസൈനാണ്, കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ നെഗറ്റീവ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തേത്
ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നല്ലോ, ഇത് അത്യാവശ്യം കിട്ടിയ സമയത്ത് എനിക്ക് നല്ല കണക്ടിവിറ്റി ആയിരുന്നു. ബട്ട് ഇപ്പോഴത്തെ ചെവിയിൽ വയ്ക്കുമ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുമ്പോഴത്തേക്കും ചെറിയൊരു ഡിലേ, ചെറിയൊരു ഡിലേ കാണിക്കുന്നുണ്ട് കണക്റ്റ് ആവാനായിട്ട്. ബ്ലൂടൂത്തിൻ്റെ ഏത് വെർഷനാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ മറന്നുപോയി, ട്രൂലി പറയാതെ മറന്നുപോയി. അപ്പോൾ കണക്ട് ചെയ്യുമ്പം ജസ്റ്റ് നല്ലൊരു ഡിലേ വരുന്നുണ്ട്. കാരണം ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു കോളൊക്കെ അത്യാവശ്യം വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് കണക്റ്റ് ആവുക എന്ന് പറയുന്നത് എനിക്കും അല്ലെങ്കിൽ നിങ്ങൾക്കും ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാരണം ചിലപ്പോൾ നമ്മൾ ഈ സാധനം കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ല കോളൊക്കെ വരുമ്പോഴത്തേക്ക് വെളിയിൽ പോകുമ്പോൾ ഉള്ള കാര്യമല്ല ഉദ്ദേശിക്കുന്നത്, വീട്ടിൽ ഉള്ള കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. വീട്ടിലൊക്കെ ആകുമ്പോൾ ജസ്റ്റ് കയ്യിൽ കിട്ടുമ്പോൾ എടുത്ത് അങ്ങ് ചെവിയിൽ അങ്ങ് നിങ്ങളുടെ അടുത്ത് വയ്ക്കും. പിന്നെ നേരെ പറയും ഹലോ എന്തിനാണ് കാര്യം, എന്തിനാണ് വിളിച്ചത്, എന്തിനാണ്, നമ്മൾ ആ ഒരു ധൃതിയിലായിരിക്കും. അപ്പം വെക്കൊന്ന് കണക്റ്റ് ആയില്ലെങ്കിൽ അപ്പം തോന്നുന്ന ഫ്രസ്ട്രേഷൻ വേറെ ഒരു സമയത്തും തോന്നത്തില്ല, ഉള്ളത് പറയാലോ. അപ്പം അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് തന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ കയ്യിൽ നിന്ന് തറ വീണിട്ടുണ്ട് കേട്ടോ. അത് നെഗറ്റീവാണ് പറയാൻ വന്നെങ്കിലും അതുകൂടെ പറയാൻ ഞാൻ മറന്നുപോയി. അതാണെങ്കിൽ ഇവിടെ ഡെൻ്റൊക്കെ കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. ഇതാക്കണ്ട, ഇവിടെ നിങ്ങൾക്ക് ആ ഡെൻ്റൊക്കെ കാണാൻ പറ്റുമോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് അത്യാവശ്യം നല്ലപോലെ എൻ്റെ ഇത് തറ വീണിട്ടുണ്ട്, അല്ലെങ്കിൽ തറ പറയാന്ന് കയ്യിൽ നിന്ന് വീണിട്ടുണ്ട്. എന്താ എന്നുവെച്ചാൽ ഓൾമോസ്റ്റ് ഇതുവരെ പൊട്ടിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന്. ഇതാണ്ട് ഇവിടെ ഡെൻ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും, പൊട്ടി വീണതന്നെ. ഞാൻ അടച്ചു വെച്ചേക്കുക സംഭവം. ഞാൻ പോയെന്നാ വിചാരിച്ചേ, കാര്യം തീർന്ന് എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അകത്തൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവും ഞാൻ അത്ര വൃത്തിപ്രിയനൊന്നും അല്ല ഈ കാര്യത്തിൽ, ഇത് വൃത്തിയാക്കുന്നതിൻ്റെ കാര്യത്തിൽ. എന്നില്ല അതിൻ്റെ സാധനമൊന്നും ഇല്ല. ഞാൻ കുറേ പ്രാവശ്യമായിട്ട് നോക്കി, പക്ഷേ പോകുന്നില്ല. എന്തെങ്കിലും ചെയ്യണം. ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ അപ്പം പറഞ്ഞു വന്നത്, ഈ ഒരു സാധനം ഇങ്ങനെ 5-6 പ്രാവശ്യം അതിന് തറയുണ്ടുണ്ട്, എന്നിട്ടും സ്റ്റിൽ ഒരു കുഴപ്പമില്ല. സത്യത്തിൽ ഞാൻ നെഗറ്റീവ് പറയാനാണ് വന്നെങ്കിലും എൻ്റെ യൂസർ എക്സ്പീരിയൻസ് ഫ്രാങ്ക്ലി അങ്ങ് പറഞ്ഞേക്കാം. അപ്പോൾ പിന്നെ അല്ലാണ്ട് തന്നെ ഇത് പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും ആദ്യം കൈ കിട്ടിയപ്പോൾ എനിക്ക് തോന്നിയ ഫീലാണ് ചൈന സാധനമായിട്ട് എനിക്ക് തോന്നി. കാരണം ബിൽഡ് വൈസ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും എന്താ ഒരുമാതിരി ടൈപ്പ് പോലെ തോന്നി. എനിക്ക് ഫസ്റ്റ് കിട്ടിയത് വേറൊരു പ്രോഡക്റ്റ് ആയിരുന്നു, നമ്മുടെ ബോൾട്ടിൻ്റെ ഒരു ആസ്ട്രാ നിയോ എന്ന് പറഞ്ഞൊരു ഗെയിമിംഗ് TWS ഉണ്ട്. അതൊക്കെ 5-6 മാസം ഉപയോഗിച്ച്. കാരണം എന്ന് വെച്ചാൽ അത് തറ വീണ് അതിൻ്റെ അടപ്പ് പൊട്ടിയത് എൻ്റെ കറാമ്പറപ്പ് കാരണമാണ്. എന്ന് വെച്ചാൽ ഞാൻ കാണിച്ച മണ്ടത്തരം കാരണമാണ്, മൈ മിസ്റ്റേക്ക് കാരണമാണ് ആ സാധനം പൊട്ടിപ്പോയത്. പിന്നെ എന്നിട്ട് ഞാൻ ബഡ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നീട് ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ അതിനെ അങ്ങ് ഉപേക്ഷിച്ച്. പിന്നീട് അത് എവിടെ പോയെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല മക്കളെ. എന്താണെന്ന് നോക്കണം, ഇനി എവിടെയെങ്കിലും കിടക്കണമെങ്കിൽ എടുത്ത് ഉപയോഗിക്കണം. നല്ല സാധനമായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല റിജിഡായിട്ടുള്ള ബോഡി, നല്ല ഫിനിഷിൽ വന്ന് നല്ല ഗെയിമിംഗ് വൈബുള്ള സാധനമായിരുന്നു. ഗെയിമേഴ്സിന് പറ്റിയ സാധനമായിരുന്നു. ഗെയിമിംഗ് മോഡും മറ്റേ മോഡും എല്ലാം വെടിയും പൊഴിയും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ ലൈറ്റും അണച്ചിട്ട് അങ്ങ് നോക്കുന്നെങ്കിൽ അത്യാവശ്യം ചെറിയ വെട്ടമൊക്കെ ഉണ്ട്, ഇറങ്ങി നടക്കാനൊക്കെ ഉപയോഗിക്കാം. ചെറുതായിട്ട് ചവിട്ടൊന്നും വേണ്ടെങ്കിൽ അതായത് മനസ്സിലായല്ലോ. എന്ന് വെച്ചാൽ അത്യാവശ്യം അത്ര വെട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഒരു RGB ലൈറ്റ് എഫക്റ്റ് ആയിരുന്നുകൊണ്ട് കൊള്ളായിരുന്നു സാധനം. ഞാൻ പറഞ്ഞ് അതിൻ്റെ റിവ്യൂ പോലെ ഇതുകൊണ്ട് എന്തായാലും ഇത് ഇത്ര ഇങ്ങനെ ഉള്ളൂ. അപ്പം ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് നോക്കിയപ്പോഴത്തേക്കും ബാറ്ററി ബാക്കപ്പ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പ്രോഡക്റ്റിൻ്റെ ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം നൈസാണ്. കേസ് വൈസ് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം എൻ്റെ ആവശ്യത്തിന് ഒരു ദിവസം അങ്ങ് പോവുകയാണ്. ഞാൻ ഒരു ദിവസം ഫുള്ളായിട്ട് അങ്ങനെ ഉപയോഗിക്കത്തില്ല. ആ മൂവിയുടെ ഇടയ്ക്ക് ബ്രേക്കൊക്കെ എടുത്തിട്ട് അങ്ങ് പോകും. പിന്നീട് അതുവഴി അങ്ങ് ആ റൂട്ടിൽ കൂടെ അങ്ങ് പോകും. പിന്നീട് ഈ മൂവി എപ്പോഴാണ് തോന്നണതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. അപ്പം അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. ആ വയസ്സ് നോക്കുമ്പോൾ എൻ്റെ ഡെയിലി റുട്ടീനിന് ഈ ഒരു TWS ഓക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ റുട്ടീൻ അനുസരിച്ച് മീൻസ് എന്താ നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾ അധികം ഉപയോഗിക്കുന്നില്ല, പിന്നെ ഇത് ആരെടുക്കണം എന്ന് ഞാൻ പറയണമെങ്കിൽ 999 രൂപയ്ക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സ്പെക്കൊന്നും നോക്കുന്നില്ല, അത്യാവശ്യം എനിക്കിത് കേൾക്കണം, അത്യാവശ്യം കൊള്ളാം, ലുക്കൊക്കെ കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് എടുക്കാം. ഉള്ളത് പറയാലോ. അങ്ങനെ എടുക്കണമെങ്കിൽ അങ്ങനെ നോക്കിയെടുക്കാം. നല്ല സാധനമാണ്, പുതിയ ബ്രാൻഡാണ്. അത് ഇപ്പോഴേ പറഞ്ഞേക്കാണ്. അപ്പം കുറച്ച് ട്രസ്റ്റൊക്കെ ബിൽഡ് ചെയ്ത് വരാൻ ഇവർക്ക് പാട് വരണം. ഇനി ഇവർക്ക് വലിയൊരു ലോങ് ജേർണിയൊക്കെ ഉണ്ട്. ഇവരുടെ കോമ്പറ്റീറ്റീവ്സൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ബോട്ട്, അതുപോലെ തന്നെ ബോൾട്ട്, കുറേ ഉണ്ട്. നോയ്സ്, പിന്നെ അതുണ്ട് ബോട്ട്, നോയ്സ്, പിന്നെ നമ്മുടെ ആരുടെ പേര് ഞാൻ മറന്നുപോയില്ല, അതോ കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പം അത്യാവശ്യം പുതിയൊരു മാർക്കറ്റിലോട്ട് വരുന്ന ഒരു പുതിയ ബ്രാൻഡാണ്. അപ്പം ആസ് എ ന്യൂ ബ്രാൻഡ് ഇവർ ഫസ്റ്റ് പ്രോഡക്റ്റ് അത്യാവശ്യം കൊള്ളാം. ഇനി ഇവരുടെ സെക്കൻഡ് വെയിറ്റ് ചെയ്യും, അതും ഇമ്പ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കൊന്നും പറയില്ല.
അപ്പോൾ എന്തായാലും ഇത്ര എനിക്ക് പറയാനുള്ളൂ ഇതിൻ്റെ റിവ്യൂ ആയിട്ട്. അപ്പോൾ ഇതേപോലത്തുള്ള മറ്റ് റിവ്യൂ ആൻഡ് അൺബോക്സിങ് വീഡിയോ ആയിട്ട് നമ്മുടെ ഈ ചാനലിൽ വരുന്നതായിരിക്കും ഞാൻ. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമാറ്റിക് ഓറിയൻറ്റേഷൻ രീതിയിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഞാൻ നേരെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നോർമൽ മോഡിലോട്ട് പോയേക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ സാധനത്തിനെ പറ്റി എനിക്ക് ഇത്രേ പറയാനുള്ളൂ. വലിയ വീഡിയോകളൊന്നും എനിക്ക് കുത്തിക്കാറ്റി പറയാനൊന്നും വയ്യ, ഇപ്പോൾ തള്ളാനൊന്നും വയ്യടി. എനിക്ക് തോന്നി, ഞാൻ വന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. പിന്നെ നമ്മുടെ ഈ ഒരു ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.